ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷനാണ്. കാരണം ഈ പദ്ധതി നടക്കുന്നുമില്ല, പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. നിരവധി വർഷങ്ങളായി ഈ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഇതൊന്ന് പണയപ്പെടുത്താനോ മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാതെ ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ഏതായാലും പദ്ധതി ഉപേക്ഷിച്ചതുകൊണ്ട് ആ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റും അംഗീകാരം തന്നില്ല. ഞങ്ങളതിനെ എതിർത്ത് സിൽവർ ലൈൻ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് റദ്ദാക്കാനും ഈ ഭൂമി ഏറ്റെടുക്കൽ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്യാനുമുള്ള സുപ്രധാനമായ തീരുമാനമെടുത്തിട്ടുണ്ട്. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലൊക്കെ നിലനിൽക്കുന്ന കേസുകൾ അത് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുടെ സ്വഭാവം അനുസരിച്ച് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കോടതിയാണ് അത് അനുമതി നൽകേണ്ടത്. കോടതിയിലേക്ക് ഗവൺമെൻറ് അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീക്കം ചെയ്യാം, മഞ്ഞക്കുറ്റികളെല്ലാം മാറ്റും. PSCയുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് നമുക്ക് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCയോട് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്, അത് പറയാം, വിശദാംശങ്ങൾ പിന്നീട് പറയാം. അതിൻ്റെ അകത്ത് സാധാരണ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഈ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഒരു അപ്പോയിൻമെൻറ്റും നടന്നില്ല, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നടന്നിട്ടില്ല. അപ്പോൾ പല പട്ടികകൾക്കും അത് പ്രയാസമായി, വലിയ ബുദ്ധിമുട്ടായി. കുട്ടികളൊക്കെ ഭയങ്കര സങ്കടവും പ്രയാസമൊക്കെ ഉണ്ട്. അവരുടെ ചെറുപ്പക്കാരുടെ ഉദ്യോഗാർത്ഥികളുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനമാണ്. അതുപോലെ നമ്മുടെ മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം UDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിവിധ വകുപ്പുകൾക്കായി തിരിച്ച് ആ വകുപ്പുകൾ ഈ മാനിഫെസ്റ്റോ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ വകുപ്പിനും മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം, അതായത് വിഷൻ 2031 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. 2031 ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാനിഫെസ്റ്റോയിൽ ജനങ്ങളോട് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ജൂൺ 1 മുതൽ 100 ദിവസക്കാലം ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കർമ്മ പരിപാടി കൂടി വരും 100 ദിവസത്തേക്ക്. ജൂൺ 1 മുതലുള്ള 100 ദിവസത്തേക്ക് അതിനെ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പ്രപ്പോസൽസ് വിവിധ വകുപ്പുകളിൽ നിന്ന് വളരെ കിട്ടും. അത് തയ്യാറാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് തീർക്കാൻ പറ്റാവുന്ന മുഴുവൻ കാര്യങ്ങൾ, ചിലപ്പോൾ ചെറിയ ഇൻ്റർവെൻഷൻ കൊണ്ട് തീർക്കാം, ചിലപ്പോൾ ചില വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് തീർക്കാൻ പറ്റും. ഒരുപാട് നാളുകളായി കിടക്കുന്ന പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളെല്ലാം 100 ദിവസത്തെ കർമ്മ പരിപാടി കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. മാനിഫെസ്റ്റോ നടപ്പാക്കും. മാനിഫെസ്റ്റോ നടപ്പാക്കുന്നതിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് അതിൻ്റെ അകത്ത് 100 ദിവസം കൊണ്ട് തീർക്കാവുന്ന കർമ്മ പരിപാടികൾ കൂടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്.